നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. അന്ത്യം 95-ാം വയസ്സിൽ സ്വകാര്യ ആശുപത്രിയിൽ. KPCC മുൻ അധ്യക്ഷനും മുൻ നിയമസഭാംഗവും രാജ്യസഭാംഗവുമാണ്. വിടവാങ്ങിയത് കോൺഗ്രസിലെ സൗമ്യമുഖം. തെന്നല ബാലകൃഷ്ണനെ അനുസ്മരിച്ച് നേതാക്കൾ. തെന്നല നീതിമാനായ നേതാവെന്ന് AK ആന്റണി, പാർട്ടിക്ക് മാർഗനിർദ്ദേശം നൽകിയ നേതാവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ വിശ്വസിച്ച നേതാവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കൊല്ലത്ത് പാർട്ടിയെ വളർത്തിയ നേതാവെന്ന് MM ഹസൻ. നീ ഒരു പെണ്ണല്ലടേ, നീ എനിക്കൊരു കേസെടുക്ക്. നീ കൂടുതൽ വളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളുടെ പറഞ്ഞു. നിർമ്മാതാവ് സാന്ദ്ര തോമസിന് വധഭീഷണി സന്ദേശം ലഭിച്ചത് ഫെഫ്ക വാട്സാപ്പ് ഗ്രൂപ്പ് വഴി. കൊലപ്പെടുത്തുമെന്ന ഭീഷണി പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് ശ്രമമെന്ന് സാന്ദ്ര തോമസ്. പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെതിരെ പരാതി നൽകിയെന്നും സാന്ദ്ര തോമസ്. ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം വന്ന് FIR ഇട്ടു. നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് പിതാവ് മരിച്ചു. ഷൈനും അമ്മയ്ക്കും ഡ്രൈവർക്കും പരിക്ക്. അപകടം തമിഴ്നാട് ധർമ്മപൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച്. വായ്പാ നിരക്കിൽ വീണ്ടും ആശ്വാസം. പലിശ നിരക്ക് കുറച്ച് RBI. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. പുതിയ നിരക്ക് 5.50% ഭവന വാഹന വായ്പകളിലടക്കം പലിശ കുറയും. റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കുന്നത് 3ാം തവണ. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന. രാജ്യത്ത് 5364 പേർക്ക് കോവിഡ്. കേരളത്തിൽ 1679 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 2 മരണം. ഇന്നലെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 192 പുതിയ കേസുകൾ. ബംഗളൂരുവിലെ IPL വിജയാഘോഷ ദുരന്തത്തിൽ RCB മാർക്കറ്റിംഗ് മേധാവി അറസ്റ്റിൽ. പിടിയിലായത് പരിപാടിയുടെ മുഖ്യ ആസൂത്രകൻ നിഖിൽ സൊസാലെ. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷററും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികളും അറസ്റ്റിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം ജീവനക്കാരിലേക്കും. ക്ഷേത്രത്തിലെ 8 ജീവനക്കാരെ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ തീരുമാനം. ഫോർട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്ക് പോരുമുറുകുന്നു. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗികാരോപണത്തിൽ ട്രംപിന്റെ പേരുമുണ്ടെന്ന് മസ്കിന്റെ വെളിപ്പെടുത്തൽ. കരാറുകൾ നിർത്തലാക്കിയാൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം പിൻവലിക്കുമെന്നും മുന്നറിയിപ്പ്. മസ്കിന്റെ നടപടിയിൽ നിരാശയുണ്ടെന്ന് ട്രംപ്. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. സ്പെയിനിന്റെ ജയം 4-5 ഗോളുകൾക്ക്. ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ പോർച്ചുഗൽ.